നല്ലപോലെ വേദനിച്ച് തന്നെ താവണം. പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അയാളുടെ മറുപടി കേട്ട് പേടി തോന്നുന്നുണ്ടോ? നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. എന്റെ മക്കൾക്ക് കുടുംബമില്ലാണ്ടാക്കിയതാണ് ചെന്താമര. എന്റെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് ചെന്താമര. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കും. കൊടുക്കണം ഗവൺമെന്റ്, അത്രയും ഞങ്ങൾ പറയാനുള്ളൂ. അവർക്ക് ഇനി ആരുമില്ല, അതുകൊണ്ട് അവർക്കൊരു ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ എന്റെ അപേക്ഷിക്കും. പിന്നെ പേടി തന്നെ മക്കൾക്ക്. അവനെ പോലുള്ള ചെന്താമരയുള്ള രൂപം കാണുമ്പോഴേ കുട്ടികൾക്കെന്നും പേടിയാണ്. രാത്രി മൊത്തം പേടിയാണ്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് വിധിച്ച ശേഷമുള്ള കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും കുടുംബാംഗങ്ങൾ, അതായത് സുധാകരന്റെ മക്കളും ഭാര്യയുടെ ചേച്ചിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരെന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. ഈ കോടതിയുടെ ഓരോ ചോദ്യങ്ങൾക്കും ധാർഷ്ട്യത്തോടെയായിരുന്നു പ്രതി ചെന്താമരയുടെ മറുപടി. അതായത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് ചെന്താമര പ്രതികരിച്ചത്. വാദങ്ങൾ അംഗീകരിച്ചിട്ടാണ് ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. എല്ലാം ത്രെഡ്ബിയറായിട്ട് നോക്കി പരിശോധിച്ച് മാത്രം ഉണ്ടായ ഒരു വിധിയാണ്. അയാളുടെ പെരുമാറ്റം ഒരു റിഗ്രറ്റും ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു കോടതിയിൽ. കൂടുതൽ ഇതിലെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും സാക്ഷികളുടെ മൊഴികൾ, ഫോറൻസിക്, മെഡിക്കൽ എവിഡൻസ്, ഇതെല്ലാം ഈ കേസുകളുടെ വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട് കോടതി പരിഗണിച്ചിട്ടുള്ളത്. നമ്മൾ പ്രോസിക്യൂഷൻ എന്തായാലും ഡെത്ത് പെനാൽറ്റിയാണ് ആവശ്യപ്പെടുക. അപ്പോൾ അത് അവരുടെ കോടതി ഓൾറെഡി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും മെഡിക്കൽ സൈക്കാട്രിസ്റ്റിന്റെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. അതിന് വന്നിട്ടുണ്ട്. അതിലും ഇയാൾക്ക് ഒരു റിഫർമേഷനോ റീഹാബിലിറ്റേഷനോ യാതൊരു സാധ്യതയുമില്ല. ഇയാൾക്ക് ഒരു മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല എന്നും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അയാളുടെ ഒരു പെരുമാറ്റം നോ റിഗാർഡ്. അതുകൊണ്ട് മാക്സിമം ഒരു ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം. 1.5 വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ് മാധ്യമ വിചാരണ നേരിട്ട ഒരു പ്രതി കോടതിയിൽ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, കോടതി തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഇത് പ്രോസിക്യൂഷന് കിട്ടിയ അപ്രതീക്ഷിതമായ ഒരു ലോട്ടറി എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പ്രതിഭാഗത്തുനിന്നും പ്രത്യേക തെളിവുകൾ ഹാജരാക്കേണ്ട കാര്യമില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളുടെ വിശ്വാസ്യത മാത്രമേ പ്രതിഭാഗത്തിന് ചോദ്യം ചെയ്യേണ്ടത്. കോടതി ആഴത്തിലുള്ള ഒരു തെളിവ് പരിശോധന നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ കരുതുന്നു. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. അനുമോദ്, കേരളത്തെ നടുക്കിയ ഇരട്ട കൊലപാതകമായിരുന്നു നെന്മാറ പോത്തുണ്ടിയിലേത്. അതായത് നമുക്കറിയാം, സാധാരണ ഇത്തരം കേസുകളിലൊക്കെ അത് അപൂർവമായ കേസായി പരിഗണിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതി ചെന്താമരയ്ക്ക് യാതൊരു മനപരിവർത്തനവും ഉണ്ടാകില്ല എന്ന് അയാളുടെ മുൻകാല പ്രവൃത്തികൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്കറിയാം. സുധാകരൻ്റെ ഭാര്യയെ ആദ്യം കൊലപ്പെടുത്തുന്നു, അതിൻ്റെ പകയിൽ പിന്നീട് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നു. നാട്ടുകാരൊക്കെ വലിയ ഭീതിയിലാണ്. ഈ സുധാകരൻ്റെ മക്കൾ വലിയ ഭയത്തിലാണ്. അതായത് ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കൂട്ടക്കുരുതി നടത്താനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണോ പ്രോസിക്യൂഷൻ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്? ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്നാണോ പ്രോസിക്യൂഷൻ്റെ ആവശ്യം? ടോം, ഇരട്ട കൊലപാതക കേസിൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ, വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ഇരട്ട കൊലപാതകം എന്നല്ല കാണേണ്ടത്, അതിന് മുൻപ് നടന്ന കൊലപാതകവുമായിട്ട് കൂടി ഇത് ബന്ധപ്പെടണം. അങ്ങനെ 3 കൊലപാതകങ്ങൾ ഈ പ്രതി ഒരു കുടുംബത്തിൽ തന്നെ നടത്തിയിട്ടുള്ളതാണ്. ഇനി ഈ കൊലപാതകം ചെയ്യുമെന്ന ഭീഷണിയുണ്ട്. അയൽവാസികൾക്കും അതുപോലെ തന്നെ സുധാകരന്റെ മക്കൾക്കൊക്കെ ഇതേ ഭീഷണിയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ കോടതി നടപടികളിൽ ഏറ്റവും പ്രധാനം
കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ചെന്താമരയുടെ മറുപടിയാണ്, ജഡ്ജിയോടുള്ള ധിക്കാരത്തോടെയുള്ള ധാർഷ്ട്യത്തോടെയുള്ള ചോദ്യങ്ങളോടുള്ള മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തന്നെ തൂക്കിക്കൊന്നോളാനാണ് ചെന്താമര ആദ്യം പറഞ്ഞത്. തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾക്ക് മറുപടി, ജയിലിൽ സഹതടവുകാരുമായിട്ട് നല്ല ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അവരൊക്കെ കള്ളന്മാരും ലഹരി ഉപയോഗിക്കുന്നവരുമാണ്, അവരോടൊക്കെ എങ്ങനെ നല്ല ബന്ധം സൂക്ഷിക്കാനാകുമെന്ന് ചെന്താമര മറുപടി പറയുകയാണ്. അതായത് ഒരു 3 പേരെ കൊന്ന ഒരു കുറ്റവാളിയാണ്, കൊടും ക്രിമിനലാണ്, ഇത്തരത്തിൽ മറ്റ് തടവുകാർ അവരോട് നല്ല ബന്ധം പുലർത്താനാകില്ലെന്ന് പറയുന്നു. ഒപ്പം നിങ്ങൾ ഇനിയും കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് എന്ന ചോദ്യത്തിന്, ഞാൻ ഇതുവരെ ജാമ്യം പോലും വാങ്ങിയിട്ടില്ല, പക്ഷേ എന്നെ അടിച്ചാൽ തിരിച്ചടിക്കാതിരിക്കാൻ ആവില്ല, ഞാൻ ഗാന്ധിജിയൊന്നുമല്ല എന്ന ഒരു മറുപടി. അതായത് താൻ ഇനിയും തന്നെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു മറുപടി ഉള്ളത്. മാത്രമല്ല, നിങ്ങൾ കുറ്റബോധം ഒട്ടുമില്ലെന്നാണ് പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് എന്ന ചോദ്യത്തിന്, നിങ്ങൾക്ക് വരുമ്പോഴേ അത് നിങ്ങൾക്ക് അറിയുള്ളൂ, ഞാനായിട്ടൊന്നിനും പോകില്ല, വന്നാൽ വിടുകയുമില്ല. അതായത് ജഡ്ജിയെപ്പോലും ബഹുമാനിക്കാതെ, കോടതിയെപ്പോലും ബഹുമാനിക്കാതെ ധാർഷ്ട്യത്തോടെയുള്ള ഒരു മറുപടിയാണ് അയാൾ എല്ലാ ചോദ്യങ്ങൾക്കും നൽകിയത്. അല്ല, ശരീരഭാഷയും മറുപടി പറഞ്ഞ ശൈലിയും ഒക്കെ തന്നെ ഒട്ടും ഇയാൾക്ക് കുറ്റബോധവുമില്ല, മാനസാന്തരവുമില്ല തെളിയിക്കുന്നതായിരുന്നു. ഒപ്പം നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ് ജില്ലാ സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ, ആർക്കാണ് എനിക്ക് പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കുക. അതായത് ഇത് കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് ആണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പരമോന്നത ശിക്ഷ തന്നെ വിധിക്കണമെങ്കിൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ളതും, ഇയാൾക്ക് കുറ്റബോധമൊന്നുമില്ല എന്നുള്ളതും, ഇയാൾക്ക് മാനസാന്തരപ്പെടാനുള്ള ഉദ്ദേശമില്ല എന്നുള്ളതും എല്ലാം തന്നെ കോടതിക്ക് ഇയാളുടെ മറുപടി കൊണ്ട് തന്നെ തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു കൊലപാതകം ചെയ്ത പ്രതി അതേ കുടുംബത്തിലെ 2 പേരെ 6 വർഷങ്ങൾക്ക് ശേഷം ജാമ്യത്തിലിറങ്ങി വെട്ടിക്കൊലപ്പെടുത്തുന്നു. തുടർന്ന് അയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോൾ കോടതിയിൽ തന്നെ ഇയാൾ ഇനിയും ഞാൻ ആരെയും വെറുതെ വിടില്ല, എൻ്റെ തല്ലിൽ തിരിച്ചടിക്കും, മാനസാന്തരപ്പെടാൻ ഉദ്ദേശമില്ല എന്നെല്ലാം പറയുമ്പോൾ ഇയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്ന് വേണം ഈ വാദപ്രതിവാദങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ, ഇന്നത്തെ സംഭവവികാസങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഇയാളൊരു പൊതുഭീഷണിയാണെന്ന പൊതുവെയുള്ള റിപ്പോർട്ട്, പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ ആകട്ടെ നാട്ടുകാരുടെ അവിടെയെല്ലാം ഉയരുന്നൊരു പൊതു ആശങ്ക ഇയാളെക്കുറിച്ചുണ്ട്. അതൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഇയാൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള വാദമാണ് 15-ാം തീയതി, അതായത് മറ്റന്നാൾ നടക്കുക. ഒരുപക്ഷെ ശിക്ഷാവിധി വാദപ്രതിവാദം പൂർത്തിയായതിനു ശേഷമേ എന്നാകുമെന്ന് പറയാനാകൂ. ഒരുപക്ഷെ അത് അന്ന് തന്നെയാകാം, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിലുമാകാം. കേട്ടോ. അങ്ങനെ തീർച്ചയായും ഈ പ്രതി തന്നെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് കോടതിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന്. ഈ പ്രതിഭാഗം അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? കാരണം സ്വാഭാവികമായി ഇത്തരം കേസുകൾ ഒരു മനപരിവർത്തനത്തിന് സാധ്യതയുണ്ടോ എന്നൊരു കാര്യങ്ങളൊക്കെ സാധാരണ കോടതി പരിശോധിക്കാറുണ്ട്. ഇവിടെ അതിനുള്ള പരിശോധിക്കേണ്ട പോലും കാര്യമില്ല. കാരണം നമുക്കറിയാം ഇയാൾ എത്രത്തോളം മനോവൈകൃതമുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെന്ന്. കാരണം ഇനിയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ താൻ കൂട്ടക്കൊല നടത്തുമെന്ന് പലപ്പോഴും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അയൽവാസി ഇയാളെ പേടിച്ച് നാട് വിട്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ, ഈ സുധാകരൻ്റെ മക്കൾ ആ നാട്ടിൽ ജീവിക്കാൻ തന്നെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അതൊക്കെ കോടതി പരിഗണിക്കാനുള്ള സാധ്യതയില്ലേ അനുമോദ്? തീർച്ചയായും കോടതിക്ക് മുമ്പാകെ ഇക്കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല, കോടതി ഒരു അടച്ചിട്ട മുറി മാത്രമല്ല, പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന മനുഷ്യർ കൂടിയാണ് കോടതിയിലെ വിധികർത്താക്കളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, ഇയാൾ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇയാളുടെ രീതി, മുൻപ് ഒരു കൊലപാതകം ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങി 2 പേരെ കൊന്നതിൻ്റെ ചരിത്രം, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇയാൾ ഒരു ബോൺ ക്രിമിനൽ എന്ന തരത്തിൽ, അതായത് ഒരു തരത്തിലും മനപരിവർത്തനം നടത്താൻ താല്പര്യമില്ലാത്ത, നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരു തരത്തിലും മനോരോഗ പ്രശ്നങ്ങളില്ലാത്ത സ്ഥിരബുദ്ധിയുള്ള മനുഷ്യൻ. അതായത് ഒരാളെ കൊല്ലുമെന്ന് തീരുമാനിച്ചാൽ കൊല്ലും എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാൾ പുറത്തിറങ്ങുന്നത് ഏത് സമൂഹത്തിനും ഭീഷണി തന്നെയാണെന്നുള്ള പൊതുബോധവും കോടതിക്ക് മുമ്പാകെ ഈ വാദപ്രതിവാദങ്ങൾക്കെല്ലാം അവസാനം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതിന് ആദ്യത്തെ കേസിലെ വിധി പറഞ്ഞ അതേ ജഡ്ജിയാണ് ഈ രണ്ടാമത്തെ ഇരട്ടക്കൊലപാതക കേസിലെ വിധിയും പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇയാളുടെ പശ്ചാത്തലവും ഹിസ്റ്ററിയും ഇയാളുടെ ശൈലിയും രീതിയും ഒക്കെ തന്നെ ഇതിനകം തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, ഇതിൽ പ്രതിഭാഗം പറയുന്ന ഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിരിക്കും മാധ്യമങ്ങളുടെ വാർത്തകൾ കോടതിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ജഡ്ജി കോടതി കാര്യമായിട്ട് ഈ പ്രതിഭാഗത്തിന് അല്ലെങ്കിൽ വാദിഭാഗം കൊണ്ടുവന്ന തെളിവുകൾ ആഴത്തിൽ പരിശോധിച്ചിട്ടില്ല, പ്രോസിക്യൂഷന് കിട്ടിയ ലോട്ടറിയാണ്, അതൊക്കെ അവരുടെ ഡിഫൻസിന് വേണ്ടി അവർക്ക് പറയാമെങ്കിൽ പോലും അതിനെല്ലാം അപ്പുറം ഇതൊരു തെളിഞ്ഞ കേസാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
ഇനി ഇതിൽ പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത, ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ പ്രതി എന്നതുകൊണ്ട് തന്നെ ഈ ഇരട്ട കൊലപാതക കേസിൽ അയാളുടെ ഉദ്ദേശം ഈ കുടുംബത്തെ ഇല്ലാതാക്കലാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇയാൾ പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് തന്നെ ഭീഷണിയാണെന്ന് മനസ്സിലാവുന്ന സാഹചര്യത്തിൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതല്ലെങ്കിൽ പരോൾ പോലും കിട്ടാതെ മരണം വരെ തടവ് എന്ന തരത്തിലേക്ക് വിധി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണെങ്കിലും ആ കുട്ടികളുടെ കണ്ണീർ അത് കോടതി കാണാതെ. അനുമോദ്, ഈ ജയിലിനകത്ത് ഇയാളുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? സാധാരണ നമുക്കറിയാം ഇത്തരം കൊടും ക്രിമിനലുകൾ ജയിലിനുള്ളിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, സഹതടവുകാരെ ഉപദ്രവിക്കാറുണ്ട്, അത്തരം മനോവൈകൃതങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അത്തരം ഒരു പ്രവണത ഇയാളുടെ ഭാഗത്ത് നിന്ന്, ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നോ? വിയ്യൂരിൽ ഇയാൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു. തുടർന്ന് ഇയാളെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റിയ ഒരു ചരിത്രമുണ്ട്. അതായത് ഇയാൾ കോടതിയോട് പോലും മറ്റുള്ളവരുമായി ഞാൻ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല, അവരൊക്കെ കള്ളന്മാരും ലഹരി ഉപയോഗിക്കുന്നവരാണ്, ഞാൻ അത്തരക്കാരനൊന്നുമല്ല എന്ന് പറയുന്ന തരത്തിലാണ് അയാളുടെ മറുപടി ഉണ്ടായിട്ടുള്ളത്. അതായത് ജയിലിൽ പോലും ഇയാൾ മറ്റുള്ളവരോട് സഹകരിക്കാനോ ഈ സാഹചര്യത്തിൽ മാറ്റം വരാൻ ഒരു മനപരിവർത്തനത്തിനുള്ള ഒരു സാഹചര്യവും സാധ്യത അയാൾക്ക് ഇല്ല എന്നുള്ളത് ഇയാളുടെ ജയിലിലെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇയാൾക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ, തുടർച്ചയായ റിപ്പോർട്ടുകളൊക്കെ ഈ കേസിൽ പല സമയത്തായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആരുമായിട്ടും സഹകരിക്കാത്ത ഒരു ക്രിമിനലിനെ ഈ ഒരു കേസിന്റെ സംശയത്തിന്റെ ഒരു കണികയുടെ പേരിൽ തുറന്നു വിട്ടു കഴിഞ്ഞാൽ, അതിന്റെ ആനുകൂല്യം നൽകി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നൽകുന്ന വില വളരെ വലുതാവുക. കുടുംബത്തിന്റെ ഇനി ഒരു ദുരന്തം കൂടി താങ്ങാൻ ആ കുടുംബത്തിനും കഴിയില്ല, ഈ സമൂഹത്തിനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ചരിത്രവും ഇയാളുടെ പ്രവൃത്തിയും എല്ലാം, മാത്രമല്ല അയാളുടെ മാനസിക നില വരെ ഇപ്പോഴത്തെ മറുപടികളിലൊക്കെ തന്നെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് അർഹിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കോടതിയും അതിന് സാധൂകരിക്കുന്ന തരത്തിലൊരു വിധി നൽകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിക്കണം, തൂക്കിക്കൊല്ലണമെന്നാണ് സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രോസിക്യൂഷൻ ഇതേ വാദം ഉന്നയിക്കുന്നുണ്ട്. പ്രതി തന്നെ കോടതിയുടെ മുന്നിൽ നിന്ന് നേരിട്ട് പറയുകയും ചെയ്തു തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന്. കാരണം ഒരു രീതിയിലും ഒരു കുറ്റബോധം പ്രകടിപ്പിക്കാത്ത, യാതൊരു മനപരിവർത്തനത്തിനും സാധ്യതയില്ലാത്ത പ്രതിയാണ് ചെന്താമര എന്ന കാര്യം വ്യക്തമാണ്. അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഈ കേസിൽ ശിക്ഷ വിധിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.